ഇന്ന് നിങ്ങൾക്കേവർക്കും അതായത് എല്ലാവർക്കും വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതൊരു സോപ്പ് ഡിസ്പെൻസറാണ്. അപ്പം നമുക്ക് സാധാരണ നമ്മളെപ്പോഴും ഒരു പ്ലേറ്റിലൊഴിച്ച് പാത്രത്തിൽ ഇങ്ങനെ ആക്കി, അല്ലെങ്കിൽ വേറൊരു ഡിസ്പെൻസറാണെങ്കിൽ അതിങ്ങനെ പ്രസ് ചെയ്തിട്ട് എന്തായാലും തിരിച്ച് നമ്മൾ സ്ക്രബ്ബർ വയ്ക്കുമ്പം അതിൽ കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇത് വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ലിക്വിഡ് അടിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇതിങ്ങനെ അടിയിൽ ലിക്വിഡ് സ്റ്റോർ ചെയ്തിട്ട് ആവശ്യത്തിന് ഇങ്ങനെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ വെള്ളം ഒഴിച്ച് ലിക്വിഡ് മിക്സ് ചെയ്ത് നമുക്ക് പാത്രം തേക്കാനും പറ്റും. അതിന് ശേഷം അത് കഴുകിയതിന് ശേഷം നമുക്കിത് ഈ സ്ക്രബ്ബർ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെങ്ങനെയാണ്, ഇത് ഞാൻ ഓപ്പൺ ആക്കി കേട്ടോ. ഇങ്ങനെ ഈസിയാണ്. ഇതിലേക്കൂടെ നമുക്കിങ്ങനെ തുറക്കാൻ പറ്റും, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിന് ശേഷം ഇവിടേക്ക് നമുക്ക് ലിക്വിഡ് ഒഴിക്കാം. ലിക്വിഡ് വെച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. എന്നിട്ടിങ്ങനെ അടച്ചതിന് ശേഷം ലിക്വിഡ് ഇങ്ങനെ ആവശ്യത്തിന് എടുക്കുക. ഇവിടെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഇതിങ്ങനെ ആക്കി നമുക്ക് ഉപയോഗിക്കാം. ഞാനിത് ഉപയോഗിച്ചു, പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ സാധാരണ ഇതിൽ കുറച്ചൊഴിച്ച് പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളുടെ അപ്പുറത്തെ അവരൊക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതായത് വിം ഇതിനകത്ത് തന്നെ ഒഴിച്ച് വയ്ക്കും. പൗച്ചിൽ മേടിക്കുന്ന വിമാണെങ്കിൽ ഇതിനകത്ത് ഒഴിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ അടച്ചതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അങ്ങനെ ഡ്രോപ്സ് ഇതിലെടുക്കും. ഇവിടേക്ക് വെള്ളം ഒഴിക്കും, മിക്സ് ചെയ്യും, പിന്നെ അത് ഉപയോഗിക്കാറാണ് അവർ പതിവ്. ഞാൻ ഇവിടെ തന്നെ അത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി വിം ലിക്വിഡ് ഇങ്ങനെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഇതിലേക്ക് ഒഴിക്കും, കുറച്ചൊഴിച്ചു. അതിന് ശേഷം ഇത് ക്ലോസ് ചെയ്തു. ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇവിടെ കൂടെ ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ ആവശ്യത്തിന് എടുക്കുക, പാത്രം തേക്കുക. വീണ്ടും കഴിയതിന് ശേഷം നമുക്കിവിടെ വയ്ക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ലിക്വിഡ് ഒഴിച്ച് ഇവിടെ മിക്സ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഉപയോഗിക്കാം. പിന്നെ അതിന് ശേഷം അത് തുടച്ച് നമുക്ക് ഈ സ്ക്രബ്ബർ ഇതിൻ്റെ ഉള്ളിലിട്ട് വയ്ക്കാം. നല്ലതല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ വില 120 റുപ്പീസാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഏതായാലും മറ്റുള്ള എല്ലാത്തിനേക്കാളും ഇത് നല്ലതാണ്. നമ്മുടെ സ്ക്രബ്ബറിൽ സ്മെല്ല് വരികയില്ല, ഒന്നുമില്ല. കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പം നിങ്ങളും ഇത് കണ്ടു കഴിഞ്ഞിട്ട് കമൻ്റ് ഇടുക കേട്ടോ. വാങ്ങിച്ചാൽ ഉപകാരമായിരിക്കും. നല്ലൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് ഉപയോഗപ്രദമായ ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ കൂട്ടുകാരെ, അടുത്ത വീഡിയോയിൽ കാണും വരെ